അതെ, എന്നാലും ദേ ചെയർമാൻ ആണല്ലോ വിളിക്കുന്നത്. അപ്പൊ എന്തോ പണി വരുന്നുണ്ട്. എടാ ഡെല്ലിനെ, അടിപൊളി. ആസ് യൂഷ്വൽ മാറി വിളിച്ചതാ. അതെ, ഡെലിനാണല്ലോ. എന്തൊക്കെയുണ്ട് ചെയർമാനെ, പറയൂ. എടാ വളച്ച കെട്ടില്ലാതെ ഞാനൊരു കാര്യം പറയാം. നീ ഇങ്ങോട്ടൊന്നും പറയരുത്. ഞാൻ പറയുന്നത് അങ്ങ് സമ്മതിച്ചോണം. ഇല്ല, ഒന്നും പറയില്ല. ചെയർമാൻ കാര്യം പറ. എടാ മോനെ, 30-ാം തീയതിയാണ് AGM. അന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യും. നീ നോ പറയരുത്. നീയാണ് എൻ്റെ അവസാന പ്രതീക്ഷ. ഹലോ എടാ എടാ ഡെല്ലിനെ, നീ എന്താ ഒന്നും മിണ്ടാതെ വെച്ചിട്ട് പോയോ? ഇല്ല പോയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട് ചെയർമാനെ. ചെയർമാൻ അല്ലേ പറഞ്ഞു ഒന്നും മിണ്ടരുന്ന്, അതുകൊണ്ട് മിണ്ടാഞ്ഞതാ. എടാ കോമഡി പറയാൻ എനിക്ക് സമയമില്ല. ഞാനതിനെ പറ്റി ഒരു മൂഡിലുമല്ല. നീ ഒന്ന് സമ്മതിക്കുക. അതിപ്പോ എന്താ ചെയർമാനെ പറയാ. മെയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസോസിയേഷൻ മാത്രമല്ലല്ലോ, ഒരു വികാരമല്ലേ. ചെയർമാൻ എങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ നോ പറയാ. എനിക്ക് സമ്മതമാണ്. കരയിക്കാത്ര പൊന്നു മോനെ. ആദ്യമായിട്ടാണ് ഒരാൾ ചോദിച്ച ഉടനെ സമ്മതിച്ചത്. അപ്പം ശരി കുട്ടാ, AGM-ന് കാണാം. അയ്യോ ചെയർമാനെ, വെക്കല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താടാ? അതെ, പേര് അനൗൺസ് ചെയ്യുമ്പോൾ തെറ്റല്ലേ. ക്ലിയർ ആയിട്ട് ഡെലിൻ സോജൻ എന്ന് തന്നെ പറയണം. ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ എനിക്ക് പണി കിട്ടും. അല്ലല്ല, ഡെൽവിന് പണി കിട്ടും. അതുകൊണ്ട് പറഞ്ഞാ. പിന്നെ മെയ്സിൽ പലർക്കും നിങ്ങളുടെ പേര് മാറിപ്പോവായിരിക്കും. എനിക്ക് ഇന്ന് വരെ തെറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ചെയർമാൻ പുലിയല്ലേ, എന്നാലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം ശരി, നീ സമ്മതിച്ചല്ലോ, അത് മതി. നിങ്ങൾ നല്ല പണിയാട്ടോ ചെയ്തത്. മര്യാദയ്ക്ക് ഡെലിഞ്ചേട്ടനെ വിളിച്ച് പറഞ്ഞോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ പുള്ളി ഇത് AGM-ന് അറിഞ്ഞാൽ മതി. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നോമിനേറ്റ് ചെയ്യുമ്പോൾ പുള്ളി എന്തായാലും നോ പറയില്ല. എന്നാലും അത് കൊലച്ചതിയാണ് കേട്ടോ. നീ ഇത്ര സെൻറ്റി ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഡെലിനല്ലേ. എന്റെ പേടി അതല്ല. ഇപ്പൊ നിങ്ങളെ വിളിച്ച് ഡെലിഞ്ചേട്ടനെ സെക്രട്ടറി ആക്കിയതുപോലെ ഡെലിഞ്ചേട്ടനെ വിളിച്ച് നിങ്ങളെ ചെയർമാൻ ആക്കി കാണുമാവോ? ഒന്ന് പോടി, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ. അങ്ങനെ ചുമ്മാതെ ഒരാളെ പിടിച്ച് ചെയർമാനൊന്നും ആക്കില്ല. അതിന് അവര് സീനിയോറിറ്റി ഒക്കെ നോക്കും. ആ നോക്കിയാ മേസിന് കൊള്ളാം. എന്തായാലും ഡെലിഞ്ചേട്ടന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാതെ നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം.